CPM എറണാകുളം ജില്ലാ സമ്മേളനത്തിൽ വന്യജീവി ആക്രമണത്തിനെതിരെ അവതരിപ്പിച്ച പ്രമേയത്തിൽ തിരുത്ത്. മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്ന ഭാഗമാണ് പ്രതിനിധികൾ ഇടപെട്ട് തിരുത്തിയത്. ഏറ്റുമുട്ടൽ എന്നത് മാറ്റി വന്യജീവി ആക്രമണം എന്നാക്കി മാറ്റി. കോതമംഗലത്തു നിന്നുള്ള പ്രതിനിധികളുടെ ഇടപെടലിനെ തുടർന്നാണ് പ്രമേയത്തിൽ തിരുത്തു വരുത്തിയത്. MK ഷുക്കൂർ കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ഷുക്കൂർ, എന്താണ് വിശദാംശം? നിഷാദ്, നമ്മുടെ കേരളത്തിൽ വന്യജീവി ആക്രമണം വളരെ ശക്തമായി തുടരുന്ന ഒരു ഘട്ടത്തിലാണ് CPM-ന്റെ എറണാകുളം ജില്ലാ സമ്മേളനം ചേരുന്നത്. ഈ സമ്മേളനത്തിലെ പ്രമേയ കമ്മിറ്റി മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട പ്രമേയങ്ങളിലൊന്ന് ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടതായിരുന്നു. സമ്മേളനത്തിൽ എല്ലാ പ്രതിനിധികൾക്കും പ്രമേയത്തിന്റെ പകർപ്പ് നൽകിയ ശേഷം ഇത് സംബന്ധിച്ച് ഈ പ്രമേയം അവതരിപ്പിച്ചു. ആ പ്രമേയത്തിൽ മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്നാണ് ഈ വന്യജീവി ആക്രമണത്തെ കുറിച്ചുള്ള ഭാഗത്ത് പരാമർശിച്ചിരുന്നത്. ഇതിനെതിരെ ജില്ലയിലെ മലയോര മേഖലയായ കോതമംഗലത്ത് നിന്നുള്ള പ്രതിനിധികൾ ഇടപെട്ടു. ഒരു കാരണവശാലും അത്തരത്തിലുള്ള ഒരു പ്രയോഗം പാടില്ല, വന്യജീവികളുടെ ആക്രമണം എന്ന് തന്നെ പ്രയോഗിക്കണം എന്ന ഒരു വാദമുയർന്നു. ഒടുവിൽ പ്രമേയ കമ്മിറ്റിയും അതുപോലെ തന്നെ സമ്മേളനത്തിലെ പ്രതിനിധികളും അത് അംഗീകരിക്കുകയും മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്ന പ്രയോഗം മാറ്റി വന്യജീവി ആക്രമണം എന്ന് തന്നെ ആക്കി മാറ്റുകയായിരുന്നു. നമുക്കറിയാം, കേരളത്തിൽ പരിസ്ഥിതി പ്രധാനമായി ചിന്തിക്കുന്ന ആളുകൾ പരമ്പരാഗതമായി പ്രയോഗിച്ചിരുന്ന ഒരു പ്രയോഗം എന്ന് പറയുന്നത് മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്നതായിരുന്നു. എന്നാൽ പുതിയ കാലത്ത് വന്യജീവികളുടെ ജനവാസ മേഖലകളിലുള്ള കടന്നുകയറ്റമായും ആക്രമണമായും തന്നെ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ആ അർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രയോഗത്തിൽ പാർട്ടി തന്നെ സൂക്ഷ്മതയോടുകൂടി മാറ്റം വരുത്തുന്നു എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. പ്രത്യേകിച്ച് കത്തോലിക്ക സഭയടക്കമുള്ള സംഘടനകൾ ഇത് വളരെ സജീവമായി ഉന്നയിക്കുന്ന ഒരു വിഷയമാണ്. അങ്ങനെയെങ്കിൽ പാർട്ടിയുടെ കൂടി സമീപനത്തിൽ ആ മാറ്റം വരുന്നു എന്ന് നമുക്ക് കരുതേണ്ടി വരും.